പലതരം ചേരുവകൾ. പൊറോട്ട റെഡിയാക്കാൻ വളരെ എളുപ്പമാട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ ആ ഒരു പാടേ ഉള്ളൂ. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മൈദയാണ്, ഓയിലൊക്കെയാണ്. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അപ്പൊ വെള്ളപ്പോയൊക്കെ ഉണ്ടാക്കുക. പൊറോട്ട എങ്ങനെ റെഡിയാക്കാന്ന് നോക്കാം. 2 കപ്പ് പൊടിയുടെ പൊറോട്ടയാട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇതൊരു 5-6 പൊറോട്ട ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയിലെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതുപോലെ നടുക്കായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കാം. അവിടേക്ക് 2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാലാട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ളത് ഒഴിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഇളം ചൂട്, തീരെ നമ്മൾ കൈ തൊടുമ്പൊന്നും നേരിയൊരു ചൂടുള്ളൂ, ആ ചൂടിന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടിനൊന്നും ഒഴിച്ചു കൊടുക്കരുത്. 1 ടീസ്പൂൺ ഫാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫാം ഓയിൽ ഒഴിച്ചെടുത്തേക്കണേ. ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഈ സമയത്ത് ഈ ഓയിലും പാലൊന്നും നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ഒട്ടും നേരം വെക്കാൻ സമയമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാണ്. അതാണ് ഞാൻ ഇച്ചിരി ഓയിലും പാലും ഒഴിച്ചത്. അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. കുഴയിലാണ് കാര്യം, നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇത് വീഡിയോയിൽ കാണിക്കുന്ന സെയിം രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഭയങ്കര ബലത്തിൽ കുഴച്ചെടുക്കരുത്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് പൊടി കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് യോജിപ്പിച്ച് കംപ്ലീറ്റ് പൊടി അതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുഴക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നില്ല. പെട്ടെന്ന് തന്നെ പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് ഇടങ്ങേറാവും. ഇപ്പൊ പൊടിയും വെള്ളവും കൂടി മിക്സ് ആയ ഒരു ഡോ തയ്യാറായിട്ടുണ്ട്. ഇതിൽ കുഴട്ടും കിട്ടിയിട്ടില്ല, നിങ്ങൾ കണ്ടതാണ്. പൊടിയും വെള്ളവും കൂടി ഒരു ഡോ ആയി കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കണം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ കൗണ്ടർ ടോപ്പിനെ നന്നായിട്ട് തേച്ചേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇച്ചിരി വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ. നല്ല ലെയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, പൊടി സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ കുഴക്കുമ്പോ നമുക്ക് അധികം സമയമായിട്ട് കുഴക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ പൊടി സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട്. നമ്മൾ കുറെ നേരമായിട്ട് മറ്റോണൊക്കെ കുഴക്കണേലും ഈ ഒരു രീതിയിൽ വലിച്ചു നീട്ടി കുഴക്കുക. അപ്പൊ പൊടി നന്നായിട്ട് പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് കുഴച്ചോളൂ. അപ്പത്തേനും നല്ല സോഫ്റ്റ് ആയി. ഇതിപ്പോ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഉണ്ടോ നല്ലോണം ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ടൈമില്ല, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ രാത്രി വന്നിട്ടാണ് വീഡിയോ ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കുക. അപ്പത്തേനും നന്നായിട്ട് സോഫ്റ്റ് ആവും. എടുത്തു വെക്കുന്ന സമയത്ത് ഡോയുടെ പുറത്തും പാത്രത്തിലും ഇച്ചിരി ഓയിൽ തേച്ച് കൊടുക്കുക. വരണ്ട് പോവാണ്ടിരിക്കാനാണ്. പിന്നെ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചാട്ടോ ഞാൻ മൂടി വെക്കുന്നത്. പുറമൊക്കെ വരണ്ട് പോവാൻ സാധ്യതയുണ്ട് മൈദ കുറച്ച് കുഴച്ച് വെക്കുമ്പോ. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വെള്ളം കാണിച്ചു തന്നായിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ 1/4 കപ്പ് വെള്ളമാണ് കുഴക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ. 1/4 കപ്പ് വെള്ളം പോലും വേണ്ടി വന്നിട്ടില്ല. ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് അതില് 3/4 ഭാഗത്തിൽ കൂടുതൽ വെള്ളം ഇപ്പൊ ബാക്കിയുണ്ട്. അതുകൂടാതെ നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാലാണ്. അപ്പൊ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇനി ഇത് വീണ്ടും ചെറുതായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മൾ ഈ രീതിയിൽ ബോൾസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു നല്ല കുഴ പൊടിയിലേക്ക് എത്തണുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ബോൾസ് ഉണ്ടാക്കുന്നത്. വീഡിയോ ഇതുവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. തറയിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. നന്നായിട്ട് കുഴഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ കിട്ടണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ടില്ല, നമ്മൾ ഒരുപാട് ഓയിലൊന്നും വാരിയും കോരും തേച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് പോലും വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴയിലാണ് കാര്യം. അങ്ങനെ വലിച്ചു നീട്ടി കുഴക്കാം കേട്ടോ. ഞാൻ കുഴച്ച മാതിരി വലിച്ചു കുഴക്കാം. അപ്പൊ വളരെ എളുപ്പം നമുക്ക് ഈ പൊറോട്ട തയ്യാറാക്കാം. നമ്മൾ പ്രസ് ചെയ്ത് വലിച്ചു നീട്ടി അങ്ങനെ പരുത്തിയെടുത്ത ശേഷം നടുകയെന്ന് ഒന്ന് മുറിച്ചിട്ട് അങ്ങ് പൊക്കിയെടുക്കുമ്പോ അതങ്ങ് പൊങ്ങി പോന്നോളൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഞാൻ ഇച്ചിരി പൊടി മുകളിൽ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൊടി തൂവിയിട്ടുള്ളൂ. ഒരുപാട് പൊടിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊറോട്ടയ്ക്ക് ബലം വരും. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇങ്ങനെ പൊക്കിയെടുത്ത ശേഷം പയ്യനെ കയ്യിന് ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് നീട്ടി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് നീട്ടിയാൽ മതി. അപ്പൊ ഒന്ന് ഇച്ചിരി നീണ്ടു വരും. എന്നിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഇതേ രീതിയിൽ എല്ലാനും പരത്തി ചുരുട്ടിയെടുക്കാം. നമ്മള് പരുത്താനായിട്ട് ഇങ്ങനെ വലിക്കണ സമയത്ത് താഴത്ത് ഒട്ടി പിടിക്കാന്നുണ്ടെങ്കിൽ അവിടെ ഇച്ചിരി ഓയിൽ തേച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം ഓയിൽ തേച്ചെടുക്കാം. നമ്മുടെ തറയിലും തേക്കണം, മുകളിലും തേക്കണം. എന്നാലാണ് ഈസിക്ക് ഇതുപോലെ വല പോലെ ഇങ്ങനെ വലിഞ്ഞു കിട്ടുള്ളൂ. ഇത്തിരി പൊടി മുകളിൽ തൂവി കൊടുക്കാം. ഇത് ഞാൻ ചെറിയൊരു ബോൾ ഉണ്ടായതാട്ടോ. അത് രണ്ടാക്കാനുള്ളതില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് തന്നെ അങ്ങ് ചുട്ടെടുക്കാണ്.
നടുക്ക് കട്ട് ചെയ്ത് രണ്ടാക്കണമെന്നില്ല കേട്ടോ. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് എടുത്ത് ചുറ്റിയാലും മതി. ഞാനിപ്പോ രണ്ടാക്കിയത് ഇച്ചിരി കൂടി ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാക്കിയത് രണ്ടും കൂടി കൂട്ടി ഒന്നാക്കിയാണ് നമ്മൾ ചുടാൻ വേണ്ടി പരത്തുന്നത്. കണ്ടില്ലേ, ഇതേപോലെ കൈയിന്റെ പള്ള വെച്ചിട്ട് പരത്തി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കോലെടുക്കേണ്ടി വരാന്നുണ്ടെങ്കിൽ കോലെടുത്ത് പരത്താം. ഞാനിപ്പോ കൈ വെച്ച് തന്നെ അങ്ങോട്ട് പരത്തി കൊടുക്കണുള്ളൂ. നമുക്ക് ഒരായുധത്തിന്റെ ആവശ്യം വന്നില്ല. ഈസി ആയിട്ട് പൊറോട്ട റെഡിയാക്കാം. വളരെ എളുപ്പമാണ്. കുഴക്കണ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ എത്ര പൊറോട്ട വേണമെങ്കിലും റെഡിയാക്കാം. അപ്പൊ നിങ്ങളൊക്കെ തയ്യാറാക്കുമ്പോ വീട്ടിലധികം ആളുണ്ടെങ്കിൽ അതനുസരിച്ച് പൊടി എടുക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പൊ 2 കപ്പ് പൊടിക്ക് ഇപ്പൊ എനിക്കൊരു 5 പൊറോട്ട കിട്ടിയിട്ടുണ്ട്. 6 പൊറോട്ടയൊക്കെ കിട്ടും വേണമെങ്കിൽ. ഇപ്പൊ ഒരു പൊറോട്ട ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വന്ന ശേഷം പുറത്ത് ഇച്ചിരി ഓയിൽ ഒഴിച്ചെടുത്ത് അത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പുറം ഓയിൽ ഒഴിച്ചൊന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ. അത് പൊറോട്ട സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ ലെയറും വിട്ട് പോരും. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. മൈദയാണ്, നന്നായിട്ട് വേവിച്ച് തന്നെ എടുക്കുക. ചുട്ടെടുത്ത പൊറോട്ട ചൂടാറാത്ത ഒരു പാത്രത്തിലേക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. ഒരു 2-3 എണ്ണെങ്കിലും ആവാണ്ട് നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റില്ല. പൊറോട്ട അടിക്കണമല്ലോ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് പൊറോട്ട ഞാൻ ചുട്ടെടുക്കാണ്. ആ നേരം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടോന്നൊന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണൊക്കെ ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടണുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വരാമെന്നുണ്ടെങ്കിൽ കാണാലോ. പിന്നെ നിങ്ങളുടെ കമന്റ് ഒക്കെ കേൾക്കാനും റിപ്ലൈ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെയ്തത് ആരെങ്കിലും ഉണ്ടാക്കി നോക്കി അല്ലെങ്കിൽ താല്പര്യം ഉണ്ടെന്നൊക്കെ അറിയുമ്പോ അതൊക്കെ ഒരു ഇതാണല്ലോ, സന്തോഷമാണല്ലോ. അപ്പൊ എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യാം. ഞാൻ ആകെ 5 പൊറോട്ടയല്ലേ ഉള്ളൂ. അപ്പൊ കംപ്ലീറ്റ് ചുട്ടെടുത്ത ശേഷം ഒരുമിച്ചാണ് അടിച്ചെടുത്തത്. നന്നായിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. എന്റെ അടിയൊന്നും അത്ര പോരാട്ടോ. നിങ്ങൾ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കാം. നല്ല ചൂടുണ്ടായിരുന്നു. ചൂടിനെ തന്നെ അടിച്ചു കൊടുക്കണം നമ്മൾ, എന്നാലാണ് ലെയർ വിട്ട് പോരുള്ളൂ. അപ്പൊ ഇതേ രീതിയിൽ നല്ലതായിട്ട് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആണ്. ഓയിലൊന്നും നമ്മൾ ഒരുപാട് ചേർത്തിട്ടില്ല. ഒരുപാട് ഇൻഗ്രീഡിയന്റ് ഒക്കെ ചേർത്ത് ആകെ കഴിക്കാൻ പറ്റാത്ത ചോകയോ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.